പുകവലിക്കാത്ത യങ്സ്റ്റേഴ്സിൽ ഒരുപാട് ശ്വാസകോശ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പലപ്പോഴും ഒരു വിഭാഗം പുകവലിക്കാർ അതെടുത്ത് പറയാറുണ്ട്, കണ്ടോ ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ ഇതേ പുകവലിക്കാത്ത ആൾക്കാർ സഫർ ചെയ്ത് കാണുന്നില്ലേന്ന്. എന്താ സംഭവിക്കുന്നത് ആ കാര്യത്തിൽ? അതിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ രണ്ട് കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. നേരത്തെ പറഞ്ഞ പോലെ അത് എല്ലാ സാധനത്തിനും ഒരു രണ്ട് വശം ഉണ്ടല്ലോ. ഒന്ന് ജനറ്റിക് ലോട്ടറി. ഈ പറഞ്ഞോടെ മുന്നേ ഏതോ ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പോൾ മമ്മൂട്ടിയുടെ സ്കിൻ അങ്ങനെ ഇരിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾക്ക് 70 വയസ്സാകുമ്പോൾ നമ്മളുടെ സ്കിൻ അങ്ങനെ ഇരിക്കണം എന്നില്ല. അപ്പോൾ ശരി, ഒരു സ്മോക്കറിന് ചിലപ്പോൾ നല്ല ജനറ്റിക്സ് ഉണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ 70-75 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാണ്ട് അയാൾ ജീവിച്ചു പോകുമായിരിക്കും. അപ്പോൾ അത് കാണിച്ചിട്ട് അവൻ 90 വയസ്സ് വരെ സ്മോക്ക് ചെയ്തു, അവനൊരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ സ്മോക്ക് ചെയ്താൽ ചിലപ്പോൾ സെയിം എഫക്റ്റ് ആയിരിക്കില്ല. നിങ്ങൾക്ക് 40-50 വയസ്സാകുമ്പോഴേക്കും ശ്വാസം മുട്ട്, ക്യാൻസർ, ലങ് കേടാവൽ ഇതെല്ലാം വരും. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന എന്തോരം പേരുണ്ട്, അതിൽ കുറച്ച് പേർക്ക് ഈ സ്മോക്കിങ്ങും ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ചിലർക്ക് ലങ് ഡിസീസ് വരും. അത് അവരുടെ ജനറ്റിക് ലോട്ടറിയുടെ ഓപ്പോസിറ്റ്. എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിപ്പോയി. ലങ്സിന് അസുഖം വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇപ്പോൾ ഈ അലർജി, ആസ്മ മുതലായ സാധനങ്ങൾ, ശ്വാസമുട്ടാണ് ആസ്മയും, അത് ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. അതേസമയം തന്നെ പുക വലിക്കുന്നവർക്ക് വരുന്ന വേറൊരു ടൈപ്പ് ശ്വാസമുണ്ട്, കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ടാണ് വരിക, അതിനെ COPD എന്ന് വിളിക്കും. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് രണ്ടും ശ്വാസമുട്ടാണ്. ഇയാൾക്ക് ജനറ്റിക് ആയിട്ട് കിട്ടി, അയാൾ സ്മോക്ക് ചെയ്തിട്ട് കിട്ടി. ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അസുഖം വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനെല്ലാം ചെയ്തിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കലായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല. റിസ്ക് ആണ് എല്ലാത്തിനും. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഓരോ സ്മോക്ക് വലിക്കുമ്പോഴും ഓരോ സിഗരറ്റ് വലിക്കുമ്പോഴും നിങ്ങളുടെ റിസ്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നു. ചിലർക്ക് ഒരു പർട്ടിക്കുലർ റിസ്ക് വരുമ്പോഴായിരിക്കും അവരുടെ എല്ലാം കൂടിയിട്ട് താഴെ മറിഞ്ഞ് വീഴുക. വേറെ ചിലർക്ക് ഒരുപാട് റിസ്ക് ആപ്പറ്റൈറ്റ് അല്ലെങ്കിൽ ആ റിസ്കിനെ ഹാൻഡിൽ ചെയ്യാനുള്ള റിസർവ് അവരുടെ ബോഡിക്ക് ഉണ്ടാവും. അപ്പോൾ മറ്റേയാൾ ചാടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാടണ്ട, അയാൾക്കൊരു കുഴപ്പമുണ്ടായില്ല എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാണ്ടിരുന്ന മറ്റേയാൾക്ക് കുഴപ്പമുണ്ടായി എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയി എന്നുള്ളൊരു സാധനമില്ല. അപ്പം ലങ് ഡിസീസ് ഈ സ്മോക്ക് ചെയ്യാത്തവർക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, സ്മോക്കിംഗ് മാത്രമല്ലല്ലോ ലങ് ഡിസീസിനുള്ളൊരു കാരണം, എന്തോരം കാരണങ്ങളുണ്ട്. ഇൻഫെക്ഷൻസ് വരുന്ന ലങ്ങുണ്ട്, ഈ പറഞ്ഞ ജനറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വരുന്ന ലങ്ങുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ വന്നും പോയിരിക്കും. ഈ അസുഖങ്ങളൊന്നും സ്മോക്ക് ചെയ്യുന്ന ആൾക്ക് വരില്ലെന്നില്ലല്ലോ. അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് വേറെ അല്ലേ. സ്മോക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് വരാം, സ്മോക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആസ്മ ഉണ്ടാവാം, സ്മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണലി വേറെ കുറേ അസുഖങ്ങളുടെ റിസ്ക്കും കൂടിയിട്ട് കൂടുന്നു. അത്രയും അതിൻ്റെ അകത്ത് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. സ്മോക്ക് ചെയ്യുന്ന ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബാഡ് ഫോർ ഹെൽത്ത്, റിസ്ക് കൂടുതൽ. സോ വി കനോട്ട് പ്രൊമോട്ട് സ്മോക്കിംഗ്. സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ക്യാൻസേഴ്സ്. ഒരു 80-85% ക്യാൻസർ ഇസ് ഡ്യൂ ടു ലങ്. പിന്നെ മാഡം ഡോക്ടർ നീതു പറഞ്ഞ പോലെ ഈ ബ്രീതിങ് പ്രോബ്ലം, COPD, എംഫൈസീമ, ദാറ്റ് ബിൽഡ്സ് ഓവർ ടൈം. ഇതാ കാർബൺ ഡെപ്പോസിറ്റ്സ് വന്ന് ലങ് ബ്ലോക്കായി പോകുന്ന. അപ്പം ഡെഫിനറ്റ്ലി സ്മോക്കിംഗ് കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും. വേറെ പിന്നെ ബാക്കി ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ലങ്സ് മാത്രമല്ല സ്മോക്ക് കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഹാർട്ട്, ബ്രെയിൻ, കിഡ്നി, അതൊരു വേറെ വിഷയത്തേക്ക് പോകും. സോ ഓൾമോസ്റ്റ് എവറി എൻറ്റയർ ബോഡി ഈസ് എഫക്റ്റഡ് ബൈ. ഹാർട്ട് അറ്റാക്കിൻ്റെ ഏറ്റവും വലിയൊരു റിസ്ക് ഫാക്ടർ, എന്താ പറയുക, ഒരു സ്മോക്കറിലെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ അയാളുടെ സ്മോക്കിംഗ് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ക്യാൻസറിനെ പറ്റി പറഞ്ഞപ്പോൾ ഐ തിങ്ക് സാറ് ക്യാൻസറിനെ പറ്റി പറഞ്ഞു, നേരത്തെ കൂടി വരുന്ന അസുഖങ്ങൾ. ഞാനത് വിട്ടുപോയി. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ യൂഷ്വലി ലങ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലങ് ക്യാൻസർ വൺസ് ഡിറ്റക്റ്റഡ്, അത് ഈ മെറ്റസ്റ്റാസിസ് എന്ന് പറയില്ലേ, പടർന്ന ക്യാൻസർ ആയിട്ടൊക്കെ ആയിരിക്കും നമ്മളുടെ അടുത്തേക്ക് എത്തുക. നമുക്ക് വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഒരു ട്രീറ്റ് ചെയ്യാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലൊക്കെ ആയിരിക്കും പണ്ടൊക്കെ എത്തിയിരിക്കുക. ഇപ്പോൾ ഒക്കെ പിന്നെയും അല്ലേ, CTയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയതുകൊണ്ട് വി ഗെറ്റ് പേഷ്യൻസ് കുറച്ചുകൂടി ഒരു ഏർലിയർ സ്റ്റേജിൽ കിട്ടും. ആ സമയത്താണ് നമുക്ക് സർജറിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടിയിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാനും പേഷ്യൻറ്റിന് ഒരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ളൊരു സാധനം വേറെ ഇല്ല എന്നുള്ളതാണ്. എമംഗ് ദ ബാഡ് ഹാബിറ്റ്സ് ഐ തിങ്ക് സ്മോക്കിംഗ് ആണ് ഏറ്റവും മോശമായിട്ടുള്ള ഹാബിറ്റ്. ഡ്രഗ്സ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് അത്ര എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ശ്വാസകോശമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ലങ് ക്യാൻസറിൻ്റെ പറഞ്ഞപ്പോഴാണ്, ലങ് ക്യാൻസർ നമുക്ക് ഏർലി സ്റ്റേജിൽ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ഒരു സാധാരണ മനുഷ്യനൊരു സാധ്യതകൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതുപോലെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ ലങ് ക്യാൻസർ ജനറ്റിക് ഒരു ഫാക്ടറുണ്ട്, അത് പാരമ്പര്യം, അതിൽ നമുക്കൊരു ചെയ്യാനില്ല. അത് നമ്മുടെ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനായിരുന്നു അവർ തന്ന. അപ്പോൾ ഇതിൽ ഏർലി സ്റ്റേജ് വരുന്ന ലങ് ക്യാൻസറിൽ ഇസ് സ്മോക്കിംഗ്, എക്സ്പോഷർ ഉണ്ടോ, സ്മോക്കറാണോ, പാസീവ് സ്മോക്കിംഗ് ഉണ്ട്. നമ്മൾ പുകവലിക്കേണ്ടത്, നമ്മൾ ഫ്രണ്ട്സ് കൂടെ ഇരുന്ന ഹരിത ഇപ്പം സ്മോക്ക് ചെയ്യില്ല, പക്ഷെ വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് നമ്മൾ ശ്വസിക്കുന്നു. ദാറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പോൾ അതൊരു ഹിസ്റ്ററി. അപ്പോൾ അത് ഒരു ഈ സ്മോക്കിംഗ് ഹിസ്റ്ററി എക്സ്പോഷർ ഉണ്ടെങ്കിൽ വൺ ഷുഡ് ബി കോഷ്യസ് ഓഫ് ഇറ്റ്. പിന്നെ വരുന്ന
ചുമ. നമ്മൾ സാധാരണ ഇതാ പ്രോബ്ലം വരും. ചുമ വരുമ്പോൾ നമ്മൾ ആദ്യം 1-2 ദിവസം നോക്കും, പിന്നെ ഒരു കോഫ് സിറപ്പ്, അപ്പോഴത്തേക്ക് ഒരാഴ്ച 10 ദിവസമായി, പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു. അപ്പോൾ അങ്ങേര് നോക്കിയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് എഴുതും. സമയം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2 വീക്സ് 3 വീക്സ് ആയി. അപ്പം ചോദിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുറവുണ്ട്, പക്ഷേ ഇറ്റ് ഇസ് സ്റ്റിൽ പെർസിസ്റ്റിങ്. പിന്നെ ഒരു അപ്പോഴത്തേക്ക് ഒരു 1-2 മാസം പിന്നെ അതൊരു എക്സ്റേ എടുക്കാം. എക്സ്റേ എടുക്കുമ്പോൾ വലിയതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊന്നുകൂടെ കൊടുക്കാം, ആളിനെ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. പക്ഷെ അപ്പോഴത്തേക്ക് വിലപ്പെട്ട സമയം പോകുന്നത്. 1 is കോഫ്, പിന്നെ ബ്ലഡ് രക്തം തുപ്പുമോ, വെയിറ്റ് കുറയുമോ. ആൻഡ് പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2 വീക്സ് കോഫിൽ അൺഎക്സ്പ്ലെയിൻഡായിട്ട് കാരണം മാറിയില്ലെങ്കിൽ ഉടനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുക, പൾമണോളജിസ്റ്റ് ഡോക്ടർ നീത്തുവെ പോലെ ഒരു നെഞ്ചുരോഗ വിദഗ്ധനെ കാണുക. ആൻഡ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, CT സ്കാനോ അങ്ങനെ ചെയ്യുമ്പോൾ അറിയും. ആൻഡ് ഇതിൽ ലങ് ക്യാൻസർ ഏറ്റവും വലിയ പ്രോബ്ലം ഇസ് ആഫ്റ്റർ പാൻക്രിയാസ് ഇസ് ദ മോസ്റ്റ് ഡെഡ്ലി ക്യാൻസർ. അത് മോർട്ടാലിറ്റി ഈസ് വെരി ഹൈ. ആൻഡ് ഒരു 15 വെസ്റ്റിൽ അവിടെ എല്ലാ സൗകര്യമുണ്ട്, ആക്സസ് ഉണ്ട് പേഷ്യൻസിന്. അവിടെയും 15% പേഷ്യൻസിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ആ സ്റ്റേജിൽ. സ്റ്റേജ് 1, 2 പറയും. സ്റ്റേജ് 1, 2 വന്ന നല്ല റിസൾട്ടാണ്. പക്ഷെ ആ 15% അവിടെ എത്തുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇമാജിൻ ഒരു 3-4% വരുന്നുള്ളൂ ആ സ്റ്റേജ് 1, 2. ആ സ്റ്റേജിൽ കണ്ടുപിടിച്ച നല്ല ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ലങ് ക്യാൻസർ, എനി ക്യാൻസർ നമ്മുടെ ഉദ്ദേശം എന്താണ്, അത് ദേഹത്തിന് പോവുക. ഇപ്പോൾ ഒരു സ്ഥലത്താണെങ്കിൽ അത് എടുത്തു കളഞ്ഞാൽ പോയി, പക്ഷെ അത് സ്പ്രെഡ് ചെയ്യില്ല, പടരുന്നാൽ പിന്നെ സ്റ്റേജ് കഴിഞ്ഞു. ഒരു 15% ആ സ്റ്റേജ് 1, 2 ആൻഡ് ദ ബെസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇസ് ആ സാധനം എടുത്തു കളയുക. ഇന്നുണ്ട് ഓപ്പറേറ്റ് ചെയ്തു എടുത്തു കളഞ്ഞ് നാളെ ഇല്ല സ്റ്റേജ് 1, 2. അപ്പോൾ ഇപ്പം സ്റ്റേജ് 3, സ്റ്റേജ് 4 സർജറി റോൾ വരുന്നു. പിന്നെ ഇതിന് സപ്പോർട്ടീവായിട്ട് ഈ കീമോ ആൻഡ് റേഡിയേഷൻ. ലങ് ക്യാൻസറിൽ സർജറി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. പിന്നെ കീമോ, റേഡിയേഷൻ, മോളിക്കുലർ, ടാർഗറ്റഡ്, ഇമ്മ്യൂണോതെറാപ്പി, അങ്ങനെ കുറേ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഇഫക്റ്റീവ് ഓൺലി സർജറി. ആൻഡ് അതിൽ പിന്നെ കോമോബിഡിറ്റി, സ്മോക്കിംഗ് കൊണ്ട് ചിലപ്പോൾ ലങ്സ് വീക്ക് ആയിരിക്കും. കോമോബിഡിറ്റീസും ഹാർട്ടിന് പ്രശ്നം പാടില്ല, ഷുഗറിന് അസുഖം പാടില്ല, കിഡ്നിക്ക് പാടില്ല, ലിവർ പാടില്ല. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ റിസൾട്ട് ഇസ് ഈവൻ ബെറ്റർ. പക്ഷേ ഇപ്പം ഓപ്പറേഷനിലും സ്ട്രാറ്റിഫിക്കേഷൻ റിസ്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, അത് കഠിനമായി എങ്ങനെ പറയേണ്ട കാലം പോയി. അത് റിസ്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പക്ഷേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ആ റിസ്ക് എടുക്കാൻ ഡോക്ടേഴ്സും ഫാമിലിയും തയ്യാറാവണം. ആൻഡ് ദാറ്റ് ഈസ് ദി ഓൺലി വേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബോൾഡായിട്ടുണ്ട്. മെഡിസിൻ ഈസ് അഡ്വാൻസ്ഡ് അത്ര. ഈ വീപ്പിംഗ് ആണോ സിഗരറ്റ് ആണോ കൂടുതൽ ഹാംഫുൾ? ലീഗലി ഇവിടെ അതല്ല വീപ്പ്, എന്നാലും ഒരുപാട് ഇവർ യൂസ്. ഐ തിങ്ക് അതൊരു പ്രത്യേക ടോപ്പിക്കാണ്. ബിക്കോസ് വേപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നവും ഗുണവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസി ആയിട്ട് ആൾക്കാർക്ക് വലിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈവൻ ഈ നമ്മുടെ സിഗരറ്റിനൊക്കെ കുറച്ച് ലേണിംഗ് ഉണ്ടല്ലോ, ആദ്യം യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വൺസ് അത് സ്മോക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഗുഡ് ഫോർ യു എന്ന്. അപ്പോൾ തന്നെ ചുമയ്ക്കും, അപ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ആൻഡ് ദെൻ അത് ടോളറേറ്റ് ചെയ്താണല്ലോ ആൾക്കാർ ബിൽഡ് ചെയ്യുന്നത്. പിന്നെ അതൊരു സോഷ്യലി അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നൊരു സാധനമല്ല. നമുക്ക് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അധികം അടുത്തുനിന്ന് സ്മോക്ക് ചെയ്യില്ല, ഇൻഡോർസ് സ്മോക്ക് ചെയ്യില്ല, അങ്ങനെയൊക്കെ. പക്ഷേ ഈ വേപ്പിൻ്റെ ഒരു ഗുണം എന്ന് ആൾക്കാർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ സ്മോക്ക്, ബേൺ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് സ്മോക്കില്ല. അപ്പോൾ അത് നമുക്ക് ഉടനെ ആ ഒരു ഇറിറ്റേഷൻ, ശ്വാസകോശം അറിയണില്ല ഉടനെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളൊരു സാധനം വരുന്നു എന്ന്. അപ്പോൾ അത് നമ്മൾ ഈസി ആയിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഡെലിവറി ചെയ്യണ നിക്കോട്ടിൻ്റെ ഡോസ് ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വലിക്കാൻ പറ്റുന്നു, കൂടുതൽ ഉള്ളിലേക്ക് പോകണു. വലിയ ഡോസസ് ഓഫ് നിക്കോട്ടിൻ ഈസിലി ഡെലിവറി ചെയ്യാൻ സാധിക്കും. നിക്കോട്ടിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു വേപ്പാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഇപ്പം ഒരു സിഗരറ്റിൻ്റെ സ്മോക്കിലുള്ളതിൽ ഒരുപാട് ഹാംഫുൾ സാധനങ്ങളുണ്ട്. കുറേയൊക്കെ ഈ ബേണിങ്ങിൻ്റെ എന്താ പറയുക, ചൂട് കൊണ്ട് ബേൺ ചെയ്തതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ്. അതാണ് ഈ ടാർ, അല്ലെങ്കിൽ കുറേ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടും നമുക്ക് ക്യാൻസറിനുള്ള റിസ്ക് ഉണ്ടാക്കും. അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ കരിയും സാധനങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ശ്വാസം മുട്ടും മറ്റുമൊക്കെ വരികയും ചെയ്യും. അതുകൂടാണ്ട് ഒരു സാധനമാണ് ഈ നിക്കോട്ടിൻ. നിക്കോട്ടിനാണ് മെയിൻലി
എല്ലായിടത്തേക്കും കുറേ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു സാധനം. അതായത് കാർഡിയക് റിസ്ക് കൂട്ടുന്നത്, അതേപോലെ ഇപ്പോൾ കാർഡിയക് കിഡ്നി, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പിന്നെ നമ്മളുടെ എന്താ പറയുക ആർട്ടറീസൊക്കെ ചുരുക്കുക, മൈഗ്രെയിൻ ഉണ്ടാക്കുക, സ്ട്രോക്കിൻ്റെ റിസ്ക് കൂട്ടുക, ഇതിലൊക്കെ നിക്കോട്ടിനും ഒരു ഭാഗമുണ്ട്. ഈ നിക്കോട്ടിൻ ഉള്ള വേപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ നിന്ന് എലിമിനേറ്റ് ആയില്ല. അപ്പോൾ അത് നല്ലോണം ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യും. പിന്നെ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉള്ളിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മയും കൂടെ അതിൻ്റെ അകത്തുനിന്ന് പോയി. ചുറ്റുമുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, ഒരാളോടെ വേപ്പ് യൂസ് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല, നമ്മൾ നമ്മളത് അത്രയ്ക്ക് ഒരു ഹാംഫുൾ ആണ് നമ്മൾ അറിയാണ്ട് നമ്മൾ വലിച്ചു. പിന്നെ അതുകൂടാണ്ട് ഇതിൽ വേറൊരു സാധനമുണ്ട്, ഈ എന്താ പറയുക സ്വയം കൺകോക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കെമിക്കൽസ് എല്ലാം സെപ്പറേറ്റ്ലി വാങ്ങിയിട്ട് നിക്കോട്ടിൻ പ്ലസ് ഫ്ലേവറിങ് ഏജൻറ്റ് അങ്ങനെയൊക്കെ കസ്റ്റം മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കസ്റ്റം മിക്സ് ചെയ്യുന്ന സാധനങ്ങളിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലതിലൊക്കെ അതിൻ്റെ കാരിയേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന ചില ഓയിൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസൊക്കെ ഉണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമുക്കറിയാം ഇപ്പോൾ എന്തൊരു സാധനം അത് നമ്മൾ നേരെ വലിച്ച് ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റല്ലേ. അപ്പോൾ അത്രയും നമ്മളൊരു നെബുലൈസേഷൻ എടുക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അത് പൊട്ടിച്ച് അതൊരു സ്റ്റെറൈൽ പാക്കറ്റിൽ നിന്ന് സ്റ്റെറൈൽ സാധനത്തിലേക്ക് ഒഴിച്ച് ഇത്രയും കെയർഫുള്ളായിട്ടാണ് നമ്മളൊരു സാധനം നെബുലൈസ് ചെയ്യുള്ളൂ. പക്ഷേ ഈ സാധനങ്ങളൊക്കെ നമ്മൾ അത്ര പോലും ഒട്ടും കെയർഫുൾ അല്ലാണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഫംഗസ് ഉണ്ടാവാം, അതിൻ്റെ കൂടുതൽ ബാക്ടീരിയ ഉണ്ടാവും, പുറത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ കയറാം. പ്ലസ് ആണ് ഇതിൻ്റെ ആ കെമിക്കലിൻ്റെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ വേപ്പിംഗ് അസോസിയേറ്റഡ് ലങ് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് തന്നെയുണ്ട്. അത് ARDS എന്നൊക്കെ പറയുന്നത് സിവിയർ ആയിട്ടുള്ള ലങ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഡിസീസസ് ഉണ്ട്. കുറേ കെമിക്കൽസൊക്കെ അതിൻ്റെ അകത്ത് ബാൻഡായി, എന്നാലും ഇതിലുള്ള ഓരോ ഫ്ലേവറിങ് ഏജൻറ്റിനും അതിൻ്റേതായ റിസ്ക്കുകളുണ്ട്. ഇതൊക്കെ ഫ്ലേവറിങ് ഏജൻറ്റും ഇതൊക്കെ യൂസ് ചെയ്യുന്ന വേപ്പിന് വേറൊരു സാധനം ഉണ്ടല്ലോ നമ്മുടെ ഹുക്ക ഹാംഫുൾ ആണെന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല, എൻ്റർടൈൻമെൻറ്റ് പോലെയാണ്. അപ്പോൾ നമ്മുടെ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു സാർ. അപ്പോൾ അവനിങ്ങനെ സ്മോക്കിംഗ് മാറ്റി ഇപ്പോൾ അവൻ വേപ്പിംഗ് ആക്കിയെന്ന് പറഞ്ഞു. ഉമ്മാനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു അല്ല ഇപ്പോൾ വേപ്പിംഗ് മാത്രമേ ഉള്ളൂ അവന്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഉമ്മ ചോദിക്കാൻ അല്ല ഡോക്ടർ ഈ വേപ്പിംഗ് അതത്ര കുഴപ്പമുള്ള സാധനമൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അതിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ഉമ്മക്കൊരു പരിങ്ങൽ എന്താ കാര്യം ഇവന് ഉമ്മാക്കും വലിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയല്ല ഈ സാധനത്തിൻ്റെ അകത്ത്, അതായത് ഒരു ഹുക്ക 1/2 hour to 40 minutes ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ 100 സിഗരറ്റ് വലിക്കുന്ന സാധനം ഉള്ളിലെത്തും എന്നാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഹാമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് അങ്ങോട്ട് സുഖമായിട്ട് വലിച്ചു കയറ്റാനായിട്ട് സ്ത്രീകൾക്കായാലും അമ്മമാർക്കായാലും എല്ലാവർക്കും ജസ്റ്റ് ഒരു മുറുക്കാൻ ചവച്ച ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ ഹുക്ക എടുത്ത് കഴിയുമ്പോൾ. അങ്ങനെ ഒരു സംഗതി ഉണ്ട് അതിൻ്റെ അകത്ത്, അറിയാണ്ട് തന്നെ നമ്മൾ കില്ലിയുന്ന സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇല്ലീഗലായിട്ടുള്ള വേറെ കുറേ സബ്സ്റ്റൻസ് ഉണ്ട് സ്മോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന. അതിന് പലപ്പോഴും അത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് പറയുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിന് കുഴപ്പങ്ങളൊന്നുമില്ല, അത് നാച്ചുറലാണ്. ശരി, ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെയാണ് ടേം യൂസ് ചെയ്യേണ്ടത്. അതെ അതെ, അത് എല്ലാ സാധനത്തിനും അതിൻ്റേതായ ഹാംഫുൾ ഇഫക്ട്സും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അത് ശരിയാണ്, കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്ത് വന്നിട്ടുള്ളൊരു സാധനമായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ പ്രോബ്ലംസ് കണ്ടിട്ടാണ് അതിനെ പതുക്കെ ബാൻ ചെയ്യുകയും അല്ലെങ്കിൽ അതൊരു കൺട്രോൾഡ് സബ്സ്റ്റൻസ് ആക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തെറപ്യൂട്ടിക് ഈ സാധനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലാണ്ടുള്ള എൻ്റർടൈൻമെൻറ്റിൽ യൂസ് ചെയ്യുന്ന സാധനം. അതെ അതെ, നാച്ചുറലാണ്, പച്ചമരുന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഈ ഡോസേജ് ഒന്നും അതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം അവരവരുടെ ഇഷ്ടത്തിനാണ് ആളുകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡോസേജ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനവും സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ സാധനം അതിൻ്റെ എഫക്റ്റ് കൂടുതലും ബ്രെയിനിലാണ് വരുന്നത്. ലങ്സിലേക്ക് വലിക്കുന്നുണ്ട്, അതിൻ്റെ പാർട്ടിക്കിൾസ് പോകുന്നുണ്ട്, ഈ പറയുന്ന കാർബൺ പോകുന്നുണ്ട്, ബേൺ ചെയ്ത സാധനമാണോ അതിൻ്റെ അകത്ത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, അത് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. പ്ലസ് അതിന് ഒരുപാട് ബ്രെയിൻ കെമിസ്ട്രീനെ ഓൾട്ടർ ചെയ്യണ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ചിലർക്ക് പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ടാവും, അവരായിരിക്കും പറയുന്നത് ഇത് നാച്ചുറലാണ്, കുഴപ്പമില്ല, പെയിൻ കില്ലറാണ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. പക്ഷേ ചിലർക്ക് അത് മേ ബി 1 or 2 സ്മോക്ക് ചെയ്താൽ തന്നെ അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇതിപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പെർട്ടല്ല, എന്നാലും ഞാൻ പറയുകയാണ്, അതിൻ്റെ അകത്ത് മെൻ്റൽ ഡിസീസസ് അല്ലെങ്കിൽ ഈ ബ്രെയിൻ കെമിസ്ട്രി ഓൾട്ടർ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ഇത് ഒരു എന്തായാലും പറയുക ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അത്യാവശ്യം ബാലൻസ് ചെയ്ത് പോയിരിക്കുന്ന കെമിക്കൽസിനെ ഇത് അങ്ങോട്ട് തട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെയുള്ള അങ്ങനത്തെ പാരനോയ അങ്ങനെയൊക്കെയുള്ള ആ സ്പെക്ട്രത്തിലുള്ള ചില ഡിസീസസ് പെർസിപ്പിറ്റേറ്റ് ചെയ്യുക, അതിനെ തുടങ്ങി വെക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്, കൺട്രോൾ സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നത്. വെറുതെ നമ്മളൊരു സാധനം അങ്ങനെ ബാൻ ചെയ്യില്ലല്ലോ, എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇതിൽ വേറൊരു കാര്യം, ഇപ്പം നമ്മുടെ ലങ്സ് ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ നല്ല പിങ്കാണ്,
അലിത സ്മോക്ക് ചെയ്യുന്നില്ല, ഇയാളുടെ എല്ലാം നല്ല സ്പിങ്ക് ആയിരിക്കും. ഈ സ്മോക്ക് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പോഷർ ടു ഈ പൊല്യൂട്ടൻസിലെല്ലാം അതങ്ങനെ കറുത്തിരിക്കും. ആ ഡിഫറൻസ് നമ്മൾ, ഞാൻ സർജനായി പറയും, നമ്മൾ തുറക്കുമ്പോൾ തന്നെ അറിയാം. നല്ല കറുത്തിരിക്കും ലങ്സ്, മറ്റേ നല്ല പിങ്ക് ആയിട്ടിരിക്കും. നേച്ചർ സോ ബ്യൂട്ടിഫുൾ എല്ലാം നന്നായിട്ട് തരുന്നത്. നമ്മൾ മനുഷ്യരത് കേടാക്കി എടുക്കുന്ന. തിയേറ്ററിലെ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. പിഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ലങ്സിലെപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് ഇച്ചിരി ആയിട്ടുണ്ടോ ഇതുവരെ പിഴിഞ്ഞിട്ട് പറ്റില്ല. പിന്നെ വേറൊരു ഈ ക്യാൻസർ പറയുന്ന ലങ്സിൽ മാത്രമല്ല, നെഞ്ചിൽ ഈ നമ്മുടെ സെൻറ്ററിൽ ഈ ലങ്ങും ഹാർട്ടും അല്ലാതെ വേറെ തൈമസ് ഉണ്ട്, അങ്ങനത്തെ ചില ഓർഗൻസ് ഉണ്ട്, നോഡ്സ് ഉള്ള കഴല പറയുന്ന ഇവിടെയും നെഞ്ചിൽ വരും. അപ്പോൾ അവിടെയും ക്യാൻസർ വരുന്നത്. അപ്പം ഇത് ക്യാൻസർ നമ്മൾ കൂടുതലും കാണുന്ന കൊച്ചു പിള്ളേർ. ഇപ്പം 2 വയസ്സ് 3 വയസ്സുള്ള പിള്ളേർക്ക് ഇങ്ങനത്തെ, ഇറ്റ്സ് നോട്ട് കോമൺ, പക്ഷെ അതൊരു ഡെഡ്ലി ക്യാൻസറാണ്. ശ്വാസകോശം പിഴിയുന്ന കാര്യം ചോദിച്ചപ്പോഴാണ്, ഇത് മുന്നേ ഏതൊരു വീഡിയോയിൽ ഇതുപോലെ ലങ് ക്ലീൻ ചെയ്യാനല്ല ബ്രോങ്കോസ്കോപ്പി, അതായത് ശ്വാസകോശം വാഷ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത്. ഷാരൂഖ് ഖാൻ ശ്വാസകോശം ക്ലീൻ ചെയ്തിട്ടുണ്ട്. മൂപ്പരെന്തോ ലങ് എടുത്ത് പിഴിഞ്ഞിട്ട് പിഴിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ കുറെ ഈ ആഡിൽ പിഴിഞ്ഞാൽ ഇത്രയും പുറത്തെടുക്കാൻ എവിടുന്നായിരിക്കും അങ്ങനെ ഒരു തിയറി വന്നിട്ടുണ്ടാവും. അതെനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ആ തിയേറ്ററിൽ കാണിക്കുന്ന വിഷ്വൽ കണ്ടിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ പോരുമല്ലോ. ആ തിയേറ്ററിലെ വിഷ്വലിന് ആ ഒരു ഇത് എവിടുന്ന പിഴിയുന്ന പോലെ അവർക്ക് ആ അളവൊക്കെ എവിടെ നിന്ന് കിട്ടിയത് ഞാൻ ആലോചിക്കും. അങ്ങനെ പിഴിഞ്ഞ് നോക്കുന്ന ഒറ്റൊരു കണ്ടീഷനുള്ളൂ, നത്തിങ് ടു ഡു വിത്ത് അത് പഴുപ്പുണ്ടെങ്കിൽ. ലങ്സിൽ പഴുപ്പ്, അങ്ങനെ ഒരു വേറെ പ്രോബ്ലം ഉള്ള ഈ ഇൻഫെക്ഷനിലെ ഇന്ത്യ പറഞ്ഞ പോലെ. അപ്പോൾ ഇൻഫെക്ഷൻ മോസ്റ്റ്ലി ടി ബി വന്ന് ടി ബിയുടെ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ടും വരും. ടി ബിയുടെ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ട് വരുന്നത് ആൾക്കാർ രക്തം തുപ്പുന്നു, അല്ല അവർ വല്ലാതെ രക്തം തുപ്പും. അത് കാരണം ക്യാവിറ്റി വരും ലങ്സിൽ, ഓട്ട ക്യാവിറ്റി. അപ്പോൾ ആ ക്യാവിറ്റിയിൽ ചിലപ്പം പൂപ്പൽ വരും, പൂപ്പൽ ഈ ഫംഗസ് വരും. അത് ആകുമ്പോൾ ഈ ഫംഗസ് വളർന്ന ഈ ചെറിയ രക്തക്കൊള്ള ആദ്യം പൊട്ടും, പിന്നെ വലിയ രക്തക്കൊള്ള പൊട്ടുമ്പോൾ വല്ലാതെ രക്തം തുപ്പുന്നത്. അപ്പോൾ ഈ ക്യാവിറ്റിയുടെ ഉള്ളിൽ ചിലപ്പം പഴുപ്പ് വരും. ഈ പഴുപ്പ് ചിലപ്പം വളരെ വലുതാവും, 1 കിലോ വരെ വലുതാവും. അത് ചിലപ്പം അത് നമ്മൾ പൊട്ടിക്കുമ്പോൾ പിഴിയുമ്പോൾ ഇങ്ങനെ പസ് ഇങ്ങനെ ഒലിക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. പിന്നെ ഈ തേനീച്ചയുടെ കൂട് പോലെ ആവും ശ്വാസകോശം, ദ്രവിച്ച് പോയിട്ട്. അപ്പം തേനീച്ചയുടെ കൂടുതൽ ഇങ്ങനെ സാക്ക് പോലെ. അപ്പോൾ അവിടെ എല്ലാം ബാക്ടീരിയ വരും, അണുക്കൾ വന്ന സുഖവാസന. ബിക്കോസ് അവിടെ രക്തത്തില്ല, അത്ര കട്ടിയായി പോവും. അപ്പോൾ അതിനെ എന്ത് മരുന്ന് ഇഞ്ചക്ഷനായിട്ട് കൊടുത്താലും ആൻറ്റിബയോട്ടിക് അവിടെ എത്തില്ല. ബ്ലഡിൽ കൂടിയാണല്ലോ മരുന്ന് അങ്ങോട്ട് എത്താൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ അവർക്ക് നല്ല സുഖവാസന. അത് പിന്നെ ഇങ്ങനെ ഇതിങ്ങനെ കഴിച്ച് ഇങ്ങനെ ലങ്സ് ദ്രവിച്ചു പോകും. അപ്പോൾ ചുമ, കഫക്കെട്ട്, രക്തം തുപ്പൽ, ശ്വാസം മുട്ടൽ, അതൊരു ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇതിന് ഒറ്റ ഒരു മാർഗ്ഗമുള്ള ഏർലി സ്റ്റേജ് ആണെങ്കിൽ അവിടെ ഡോക്ടറും പേഷ്യൻറ്റും എടുക്കും. ഡോക്ടേഴ്സിനും ദേ ഷുഡ് സ്പോട്ട് ദാറ്റ്. ഇത് ഏർലി സ്റ്റേജ് ആണെങ്കിൽ ആ ചെറിയ ഭാഗത്ത് ആയിട്ട് തുടങ്ങുന്നത്, പിന്നെ അത് വലുതാവുന്നു. ആ ചെറിയ ഭാഗത്ത് സ്റ്റേജിൽ എടുത്തു കളഞ്ഞാൽ ക്യൂർഡ്. അതിനാ ബ്രോങ്കെക്ടൈസിസ് പറഞ്ഞൊരു കണ്ടീഷൻ. അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല മെഡിസിൻ പോലെ. കാരണം ഇൻഫെക്ഷൻ കുറവ് വെസ്റ്റിൽ അമേരിക്ക, യൂറോപ്പ് നമ്മളെ പഠിപ്പിക്കുന്നു. അവിടെ അവർ കാണാത്ത കാരണം അതിനെ ഓർഫൻസ് ഡിസീസ് പറയും. ഓർഫൻ്റെ അർത്ഥം മലയാളത്തിൽ അവർ ചുരുക്കം കാണുന്നത്. അപ്പം നമ്മുടെ ആൾക്കാരും അതേപോലെ അതേ രീതിയിലാണ് പോകുന്നത്. പക്ഷേ വി ഹാവ് ടു, നമ്മുടെ ഇടയിൽ എന്താ അസുഖം അത് മനസ്സിലാക്കി അപ്രോച്ച് വേണം. അപ്പോൾ ഈ ബ്രോങ്കെക്ടൈസിസ് ഇറ്റ്സ് ഡയഗ്നോസ്ഡ് ആയ ഡെഫിനറ്റ്ലി നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലാവും ലങ് ട്രാൻസ്പ്ലാന്റ്. അതൊരു വെരി ഡെസ്പറേറ്റ് സിറ്റുവേഷനാണ്. അതിൽ ലങ് ട്രാൻസ്പ്ലാന്റ് ഇപ്പോഴും റിസൾട്ട്സ് ഇന്ത്യയിൽ ഇറ്റ്സ് നോട്ട് സോ ഗുഡ്. അപ്പോൾ ആ സ്റ്റേജിൽ എത്തരുത്. അതിൻ്റെ ഒരു ഏർലി സിംറ്റംസ് എന്താണ്? അത് ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ വരിക. ഇപ്പോൾ ഒരാൾക്ക് ഒരു വർഷത്തിൽ 2-3 തവണ കുട്ടികളൊക്കെ ന്യൂമോണിയ വരും. നമ്മൾ ഓരോ ന്യൂമോണിയയിൽ ഓരോ ഭാഗം ലങ് ഡിസ്ട്രോയിഡ് ആയി പോകും, സ്കാറിങ് വരും. അത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ, വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് ചുമയൊക്കെ പനിയും വരുവാണെങ്കിൽ, കഫക്കെട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ചോദിക്കണം സ്കാൻ എന്തെങ്കിലും ചെയ്യണോ. ആ ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് എടുത്ത് കളയാം. കുട്ടിക്ക്
പൂർണ്ണമായിട്ട് ശരിയാവും. കൂടുതലും കുട്ടികളിലാണോ വരുന്നത്? തുടക്കം കുട്ടികൾക്ക്, പിന്നെ സ്മോക്കിങ്ങിലും എക്സ്പോഷറിൽ വലുതായിട്ട് വരും. ഇത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ 2 കുട്ടികളെ ചെയ്തു, ജസ്റ്റ് റൈറ്റ് ഫ്രം ബർത്ത്, 15, 19, 20. പക്ഷെ ചോദിച്ചു നോക്കുമ്പോൾ ജന്മന ഉണ്ടായിരുന്നു ചുമയൊക്കെ. നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇത് കഫ്കെട്ടുള്ള കുട്ടിയാണ്. പക്ഷെ ആ കഫ്കെട്ടിൻ്റെ കാരണം കണ്ടുപിടിക്കാം. ഇങ്ങനത്തെ ഇതാണെങ്കിൽ കാരണം ഡെഫിനറ്റ്ലി ക്യൂർ കിട്ടും. പക്ഷെ അതൊരു ബോധവൽക്കരണം വരണം കമ്മ്യൂണിറ്റിയിലും ആൻഡ് ഈവൻ അമംഗ് ഡോക്ടേഴ്സ്. ഓക്കെ.